ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്ന റെയിൽവേ ഗ്രൂപ്പ് ഡിയുമായി ബന്ധപ്പെട്ട് മുൻവർഷ ചോദ്യങ്ങളാണ്. ഇത് 2022 നടന്ന ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിലെ JK സയൻസ് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. മനുഷ്യൻ്റെ വിസർജന സംവിധാനത്തിൻ്റെ ഘടകങ്ങൾ തന്നിട്ടുള്ളവയിൽ ഏത്? ഒരു ജോഡി വൃക്കകൾ, ഒരു ജോഡി മൂത്രവാഹികൾ, ഒറ്റ മൂത്രാശയം, ഒറ്റ മൂത്രനാളി. മനുഷ്യൻ്റെ വിസർജന സംവിധാനത്തിൻ്റെ ഘടകങ്ങളാണ് ഒരു ജോഡി വൃക്കകൾ, ഒരു ജോഡി മൂത്രവാഹികൾ, ഒറ്റ മൂത്രാശയം, ഒറ്റ മൂത്രനാളി. ഡാഷിന് തുടക്കം കുറിച്ച ആസാദി കാ അമൃത് മഹോത്സവ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷം ആഘോഷിക്കുന്നതിനായുള്ള ഇന്ത്യ ഗവൺമെൻറ് ഒരു സംരംഭമാണ്. 2021 മാർച്ച് 12. 2021 മാർച്ച് 12 തുടക്കം കുറിച്ച ആസാദി കാ അമൃത് മഹോത്സവ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷം ആഘോഷിക്കുന്നതിനായുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു സംരംഭമാണ്. വൈദ്യുതി വഹിക്കുന്ന ഒരു വയർ ഉത്തരധ്രുവം മുകളിലേക്കും ദക്ഷിണധ്രുവം താഴേക്കും ഉള്ള ദിശയിൽ ഒരു കാന്തിക മണ്ഡലത്തിൽ തിരശ്ചീനമായി സ്ഥാപിച്ചിരിക്കുന്നു. ഈ വയർ തെക്ക് ദിശയിലേക്ക് വ്യതിചലിച്ചു. ഈ വയറിലെ ഇലക്ട്രോണിൻ്റെ ദിശ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട്. വൈദ്യുതി വഹിക്കുന്ന ഒരു വയർ ഉത്തരധ്രുവം മുകളിലോട്ടും ദക്ഷിണധ്രുവം താഴോട്ടുള്ള ദിശയിൽ ഒരു കാന്തിക മണ്ഡലത്തിൽ തിരശ്ചീനമായി സ്ഥാപിച്ചിരിക്കുന്നു. ഈ വയർ തെക്ക് ദിശയിലേക്ക് വ്യതിചലിച്ചു. ഈ വയറിലെ ഇലക്ട്രോണിൻ്റെ ദിശ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടായിരിക്കും. ശ്രേണി സംയോജനത്തിൽ ഓരോ പ്രതിരോധകത്തിലൂടെയും കടന്നുപോകുന്ന വൈദ്യുതി എല്ലാ പ്രതിരോധകത്തിലും തുല്യമാണ്. ശ്രേണി രീതിയിൽ അല്ലെങ്കിൽ സീരീസ് രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന റെസിസ്റ്റൻസുകൾ, പ്രതിരോധങ്ങൾ, അതിൽ കടന്നുപോകുന്ന വൈദ്യുതി എല്ലാ പ്രതിരോധകത്തിലും റെസിസ്റ്ററിലും തുല്യമായിരിക്കും. തന്നിരിക്കുന്നതിൽ ഏതാണൊരു സമ്പദ് വ്യവസ്ഥയിലെ സഞ്ചിത ചോദനത്തിൻ്റെ ഭാഗമല്ലാത്തത്? ജനസംഖ്യ വർധനവ്. ഈ തന്നിരിക്കുന്നതിൽ ജനസംഖ്യാ വർധനവ് ഒരു സമ്പദ് വ്യവസ്ഥയിലെ സഞ്ചിത ചോദനത്തിൻ്റെ ഭാഗമല്ല. മൂലധന വസ്തുക്കൾ, ഇറക്കുമതി ചരക്കുകൾ, കയറ്റുമതി ചരക്കുകൾ ഇതെല്ലാം ഭാഗമാണ്. ജീവജാലങ്ങളെ കണ്ടെത്താൻ കഴിയുന്ന അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ കഴിയുന്ന ഭൂമിയുടെ മേഖലയാണ് ബയോസ്ഫിയർ. ജീവജാലങ്ങളെ കണ്ടെത്താൻ കഴിയുന്ന അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ കഴിയുന്ന ഭൂമിയുടെ മേഖലയാണ് ബയോസ്ഫിയർ. 2015 ജുവനൈൽ ജസ്റ്റിസ് കുട്ടികളുടെ പരിചരണവും സംരക്ഷണവും നിയമത്തിലെ സെക്ഷൻ 2(12) ഒരു കുട്ടി എന്നതിനെ നിർവചിച്ചിരിക്കുന്നത് ഡാഷ് വയസ്സ് തികയാത്ത ഒരു വ്യക്തി എന്നാണ്. 18 2015 ജുവനൈൽ ജസ്റ്റിസ് കുട്ടികളുടെ പരിചരണവും സംരക്ഷണവും നിയമത്തിലെ സെക്ഷൻ 2(12) ഒരു കുട്ടി എന്നതിനെ നിർവചിച്ചിരിക്കുന്നത് 18 വയസ്സ് തികയാത്ത ഒരു വ്യക്തി എന്നാണ്. തന്നിരിക്കുന്നതിൽ സസ്യങ്ങളിലെ ശ്വസനത്തിൻ്റെ അന്തിമ ഉൽപ്പന്നങ്ങൾ ഏതാണ്? CO2, H2O, ഊർജം. സസ്യങ്ങളിലെ ശ്വസനത്തിൻ്റെ അന്തിമ ഉൽപ്പന്നങ്ങളാണ് CO2, H2O, ഊർജം എന്നിവ. തന്നിരിക്കുന്നതിൽ ആർക്കാണ് 2022 സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മേഖലയിൽ അഭിമാനകരമായ പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്? സുബ്ബണ്ണ അയ്യപ്പൻ. 2025 സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മേഖലയിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് അജയ് വി ഭട്ടിനാണ്. 2025 സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മേഖലയിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് അജയ് വി ഭട്ട്. ഇന്ത്യയിൽ കരുതൽ ധനാനുപാതം CRR നിശ്ചയിക്കുന്നത് ഡാഷാണ്. എ മാത്രം RB. ഇന്ത്യയിൽ കരുതൽ ധനാനുപാതം CRR നിശ്ചയിക്കുന്നത് RB ആണ്. 2021 മെയ് മാസത്തിൽ ഡാഷ് മുഖ്യമന്ത്രി COVID-19 മൂലം മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ആശ്വാസം നൽകുന്നതിനുള്ള മുഖ്യമന്ത്രി ശിശു സേവ അച്ഛോനി സ്കീം പ്രഖ്യാപിച്ചു. ആസാം. 2021 മെയ് മാസത്തിൽ ആസാം മുഖ്യമന്ത്രി COVID-19 മൂലം മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ആശ്വാസം നൽകുന്നതിനുള്ള മുഖ്യമന്ത്രി ശിശു സേവ അച്ഛോനി സ്കീം പ്രഖ്യാപിച്ചു. വായുവിലൂടെ സഞ്ചരിക്കുന്ന ഒരു പ്രകാശരശ്മി 60 ഡിഗ്രി കോണളവിൽ വായുവിനെ അപവർത്തനാങ്കം √3 ആയ ഒരു മാധ്യമത്തിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു പ്രതലത്തിൽ പതിക്കുന്നു. ഈ രശ്മിക്ക് ആ മാധ്യമത്തിൽ ഡാഷ് കോണളവിലാണ് അപവർത്തനം സംഭവിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി സ്നെൽസ് ലോയാണ് അപ്ലൈ ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് N1 sin θ1 = N2 sin θ2.
ഇവിടെ N1 എന്ന് പറയുന്നത് വായുവിൻ്റെ അപവർത്തനാങ്കമാണ്, അത് 1. പിന്നെ സൈൻ θ1 എന്ന് പറയുന്നത് പതനകോണാണ്, അതിവിടെ 60 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. സീക്വൽ ടു N2 എന്ന് പറയുന്നത് രണ്ടാമത്തെ മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കമാണ്, അത് √3 എന്ന് തന്നിട്ടുണ്ട്. സൈൻ θ2 അത് അപവർത്തന കോണാണ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ θ2 എന്ന് തന്നെ കൊടുക്കുക. ഇനി നമുക്ക് സൈൻ 60 ഡിഗ്രി എന്ന് പറയുന്നത് √3/2 ആണ്, സീക്വൽ ടു √3 സൈൻ θ2. ഇനി ഇതിനെ രണ്ട് ഭാഗത്തിനെയും √3 കൊണ്ട് ഹരിക്കുക. √3 ഇതും വെട്ടിപ്പോയി ഇവിടെ 1 ഇതും വെട്ടിപ്പോയി ഇവിടെ 1. അപ്പോൾ 1/2 ഇസ് ഈക്വൽ ടു സൈൻ θ2 എന്ന് കിട്ടി. സൈൻ 30 ഡിഗ്രിയാണ് ഹാഫ് എന്ന് പറയുന്നത്. സൈൻ 30 ഡിഗ്രിയാണ്, അതുകൊണ്ട് ഇവിടെ θ2 അത് 30 ഡിഗ്രിയാണ്. ഓപ്ഷൻ 30 ഡിഗ്രി. അടുത്ത ചോദ്യം, 12 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ 6 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു വസ്തു വച്ചിരിക്കുന്നു. അതിൻ്റെ പ്രതിബിംബം ഡാഷ് അകലത്തിലും ഡാഷ് ആയിരിക്കും. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. 1/f ഇസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u. ഇവിടെ എഫ് എന്ന് പറയുന്നത് ഫോക്കൽ ദൂരമാണ്, 12 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. കോൺകേവ് ദർപ്പണമാണ്, അതുകൊണ്ട് ഇവിടെ 1/-12 ഈക്വൽ ടു 1/v എന്ന് പറയുന്നത് പ്രതിബിംബത്തിൻ്റെ അകലമാണ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പ്ലസ് 1/u എന്ന് പറയുന്നത് വസ്തുവിൻ്റെ അകലമാണ്, അതിവിടെ നമുക്ക് 6 സെൻറ്റിമീറ്റർ അകലത്തിൽ നിന്ന് തന്നിട്ടുണ്ട്. ഇത് ദർപ്പണത്തിന് മുന്നിലായതുകൊണ്ട് നമുക്കിവിടെ -6 എടുക്കേണ്ടതുണ്ട്. ഇനി മൈനസിന് മുകളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ -1/12 ഈക്വൽ ടു 1/v മൈനസ് 1/6 എന്ന് കിട്ടും. ഇനി 1/v ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ -1/12 പ്ലസ് 1/6 എന്ന് കിട്ടും. ഈ -1/6 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് 1/6 ആവും. ഇനി 12ൻ്റെയും 6ൻ്റെയും പൊതുവായിട്ട് ഛേദം 12 എന്ന് എടുക്കാം. അപ്പോൾ -1/12 പ്ലസ് 2/12 ഈക്വൽ ടു 12 -1 പ്ലസ് 2 1. അപ്പോൾ നമുക്കിവിടെ 1/v ഈക്വൽ ടു 1/12 എന്ന് കിട്ടി. അപ്പോൾ v ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. അപ്പോൾ പ്രതിബിംബം 12 സെൻറ്റിമീറ്റർ അകലത്തിലാണെന്ന് കിട്ടി. ഇനി ഈ പ്രതിബിംബത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കണം. ഇവിടെ v എന്ന് പറയുന്നത് +12 ആണ്, അതിനാൽ പ്രതിബിംബം ദർപ്പണത്തിൻ്റെ പിന്നിലായിരിക്കും രൂപപ്പെടുക. കോൺകേവ് ദർപ്പണത്തിൽ വസ്തു ഫോക്കൽ പോയിന്റിനും ദർപ്പണത്തിനും ഇടയിലാണെങ്കിൽ പ്രതിബിംബം മിഥ്യ അല്ലെങ്കിൽ വെർച്വലായിരിക്കും. നേരെ നിൽക്കുന്നതും വലുതും മിഥ്യ അല്ലെങ്കിൽ വെർച്വലുമായിരിക്കും. അപ്പോൾ ഇവിടെ മിഥ്യയും ആയിരിക്കും. ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ 1/f ഇസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ലായനി വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? CaCO3 രൂപപ്പെടുന്നു. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ലായനി വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ CaCO3 രൂപപ്പെടുന്നു. ഒരു പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് നീങ്ങുമ്പോഴെല്ലാം ലോഹസ്വഭാവം ഡാഷ് കുറയുന്നു. ഒരു പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് നീങ്ങുമ്പോഴെല്ലാം ലോഹസ്വഭാവം കുറയുന്നു. ഇതാണ് പീരിയോഡിക് ടേബിളെങ്കിൽ ഇതാണ് ഇടതുവശം, ഇത് വലതുവശം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും തോറും ലോഹസ്വഭാവം കുറയുകയാണ് ചെയ്യുന്നത്. 2022 ജൂലൈയിൽ 2008 സിഗരറ്റും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളും പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് നിയമത്തിലെ ഭേദഗതി വരുത്തിക്കൊണ്ട് എല്ലാ പുകയില ഉൽപ്പന്ന പാക്കറ്റുകൾക്കും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ പുതിയ നിശ്ചിത ആരോഗ്യ മുന്നറിയിപ്പുകൾ വിജ്ഞാപനം ചെയ്തു. ഈ പുതിയ ആരോഗ്യ മുന്നറിയിപ്പുകൾ 7 തീയതി മുതൽ ബാധകമാകും. 2022 ഡിസംബർ 1. ഉയർന്ന ഗാഢതയുള്ള സൾഫ്യൂരിക് ആസിഡിനൊപ്പം എഥനോൾ 443 Kയിൽ ചൂടാക്കിയാൽ ലഭിക്കുന്ന ശരിയായ ഉൽപ്പന്നം തിരഞ്ഞെടുക്കുക. CH2 ഉയർന്ന ഗാഢതയുള്ള സൾഫ്യൂരിക് ആസിഡിനൊപ്പം എഥനോൾ 443 Kയിൽ ചൂടാക്കിയാൽ ലഭിക്കുന്ന ശരിയായ ഉൽപ്പന്നം CH2. 4 സംയോജക ഇലക്ട്രോണുമായി ബന്ധപ്പെടുന്ന ആറ്റോമിക് നമ്പർ ഏത്?
6. 4 സംയോജക ഇലക്ട്രോണുകളുമായി ബന്ധപ്പെടുന്ന ആറ്റോമിക് നമ്പർ 6 ആയിരിക്കും.